ഹായ് ഹലോ, എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു കേട്ടോ. ഇന്ന് നമ്മൾ കരോളിന് ഇറങ്ങുന്ന ഭാഗമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ക്രിസ്മസ് ഓപ്പനൊക്കെ ഒരുക്കുവാണ്. കുഞ്ഞാപ്പൊക്കെ ഒരുങ്ങിയിരിപ്പാണ് കേട്ടോ. പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് എല്ലാവർക്കും. നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ കരോൾ ഇറങ്ങുന്നത്. അപ്പോൾ ഇത്ര നേരത്തെ എന്നാന്ന് വിചാരിക്കേണ്ട, നമ്മുടെ ഇവിടെ അങ്ങനെയാണ്, എല്ലാവരും നേരത്തെ വരും. അപ്പോൾ നമ്മളും ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പം വോയിസ് ഓവർ കൊടുക്കുന്നില്ല കേട്ടോ. ഇനിയിപ്പം എല്ലാം നിങ്ങൾ കണ്ടു കേട്ട് മനസ്സിലാക്കുക. ക്രിസ്മസ് കരോൾ എന്ന് പറയുമ്പോൾ പാട്ടൊക്കെ കേൾക്കണമല്ലോ. അതുമാത്രമല്ല, നമ്മുടെ വീട്ടിൽ നിന്നാണ് കേട്ടോ ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഞങ്ങൾ ആദ്യമായിട്ട് ഇറങ്ങുന്നതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. എങ്കിലും ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. ഞാനൊരു കാര്യം പറയട്ടെ, ആദ്യം ഞങ്ങളുടെ ക്രിസ്മസ് പപ്പയ്ക്ക് ഇച്ചിരി നാണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അവസാനമായി കഴിഞ്ഞപ്പോൾ ക്രിസ്മസ് പപ്പ പൊളിയായിരുന്നേ. ആദ്യമായിട്ടാണ് ക്രിസ്മസ് പപ്പയാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കിത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നറിയത്തില്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഫസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ, വേറെ ലെവലായിരുന്നു കേട്ടോ ക്രിസ്മസ് പപ്പ. പിന്നെ ഞങ്ങൾ ക്രിസ്മസ് പപ്പയും കൊട്ടും പാട്ടും ഒക്കെ ആകുമ്പോൾ തന്നെ വേറെ ലെവലായി വരുമല്ലോ. നമ്മൾ ഓരോ വീട്ടിൽ ചെല്ലുമ്പോഴും കുഞ്ഞുവിനെ അവരുടെ വീടിൻ്റെ വരാന്തയിൽ നിർത്തി കളിപ്പിക്കാനായിട്ട് ശ്രമിക്കാറ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്മസ് പപ്പയുടെ കളിയാണ്. അപ്പം കുഞ്ഞു ചെറുതായതുകൊണ്ട് അവരുടെ കാലിൻ്റെ ഇടയിലൊന്നും പെട്ടുപോകണ്ടല്ലോ എന്ന് വിചാരിച്ച് അവന് ഇച്ചിരി സ്പേസ് കൊടുക്കുന്നതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അവൻ ഏറ്റവും ഫ്രണ്ടിൽ കയറി നിന്ന് കളിക്കുന്നതാണ്. പിന്നെ വെച്ചാൽ ഞങ്ങൾ വരുമ്പോൾ 10 മണിയായി. ആ സമയം വരെയും അവൻ ഈ സെയിം എനർജിയോടുകൂടെ നിന്ന് കളിച്ചു കേട്ടോ. അതിനൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നേ. പിന്നെ എല്ലാവരും വീട്ടിൽ പോയിട്ട് എല്ലാവരും വിളിച്ചുകൊണ്ട് വരും, ഇവിടെ ക്രിസ്മസ് പപ്പ വന്നെന്നൊക്കെ പോയി പറയും. പുള്ളി ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഞങ്ങൾക്കും ഭയങ്കര സന്തോഷമായി കേട്ടോ. അത് ഞങ്ങളൊപ്പം നിന്നതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. അതുപോലെ ഇങ്കിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ഞങ്ങളുടെ ടീമിൽ കുറേ കുഞ്ഞു പിള്ളേരായിരുന്നേ. അവർക്ക് ആദ്യമായിട്ട് കരോൾ ഇറങ്ങുന്ന കേട്ടോ. ഞാനെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ നാട്ടിലൊക്കെ ഇഷ്ടംമാതിരി കരോളുണ്ട്. അപ്പം ഞങ്ങൾ അത് ഇറങ്ങി എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞു പിള്ളേരാണ്, അവർ ആദ്യമായിട്ട് ഇറങ്ങുന്നതാണ്. അപ്പം അവരെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമായിരുന്നു. ആദ്യമൊക്കെ ഭയങ്കര എനർജി ആണെങ്കിലും അവസാനമായപ്പോഴത്തേക്ക് എല്ലാവരും മടുത്തു കേട്ടോ. അപ്പം ഞങ്ങളൊരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ജസ്റ്റ് നിർത്തി. കുഞ്ഞുങ്ങളല്ലേ അതുകൊണ്ട്. പക്ഷെ ഞങ്ങൾ തീരുന്നില്ല, ഇനിയുണ്ട് കേട്ടോ. ഇതോടുകൂടി ഞങ്ങളുടെ കരോളൊന്നും തീർന്നില്ല കേട്ടോ. ഇത് ഞങ്ങളുടെ സ്റ്റാർട്ടിങ് മാത്രമാണ്. അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.